അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ളയുടെ ഗവൺമെന്റിനെ, അതുപോലെ ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ഗവൺമെന്റിനെ, ഇങ്ങനെ ഈ പറയുന്നതിന് എല്ലാം തന്നെ അവിടെയൊക്കെ പേരിനെങ്കിലും മുളച്ചു വന്നിരുന്ന ആ ജനാധിപത്യവൽക്കരണത്തെ, മനുഷ്യന്റെ ജീവിതമാണ് പ്രധാനം, മതവിശ്വാസം രണ്ടാമത്തെ ഘടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ശ്രേയസ്സും നന്മയും ഒരു രാജ്യത്തെ ഒരു ജനതയുടെ വളർച്ചയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവനെ ജനാധിപത്യവൽക്കരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന ഈ ജനാധിപത്യപരമായി പ്രവർത്തിച്ച എല്ലാ ഇസ്ലാമിക നേതാക്കന്മാരെയും കൊന്നൊടുക്കിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം പ്രതികരിച്ചത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ കണ്ട് ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നു, പാകിസ്ഥാനിൽ പള്ളിയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു. അപ്പൊ പാകിസ്ഥാനിലെ പള്ളിയിൽ ബോംബ് പൊട്ടിക്കുന്നത് പാകിസ്ഥാനിലെ ഹിന്ദുക്കളല്ല, പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളല്ല, പാകിസ്ഥാനിലെ പള്ളികളിൽ ബോംബ് പൊട്ടിക്കുന്നതും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊന്നൊടുക്കുന്നതും പാകിസ്ഥാനിൽ കലാപം അഴിച്ചുവിടുന്നതും പാകിസ്ഥാനിലെ ഇസ്ലാമുകൾ തന്നെയാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കാം, ഷിയാകൾക്കെതിരെ സുന്നികളായിരിക്കാം, സുന്നികൾക്കെതിരെ ഷിയാകളായിരിക്കാം. ഇതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഷിയ ആയാലും സുന്നി ആയാലും നമ്മളെ സംബന്ധിച്ച് ആ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അല്ലെ ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിന്റെ വക്താക്കൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമെന്ന്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുജാഹിദുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെ അഹമ്മദിയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകമെമ്പാട് ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവർ കൊന്നൊടുക്കുന്നത് അന്യമതസ്ഥരെ പോലുമല്ല, സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടെ മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പൊ പാകിസ്ഥാനില് 47 ഇന്ത്യ വിട്ടു പോയതാണ്, പാകിസ്ഥാനിൽ ഉണ്ടാക്കിക്കൊണ്ട് പോയതാണ്. മതരാഷ്ട്രം ഉണ്ടാക്കിയാൽ മാത്രമേ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ 60 വർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാനിൽ സമാധാനമായി ജനങ്ങൾ ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാക്കി മാറ്റിയത് സദ്ദാം ഹുസൈനെ കൊല്ലരുതേ എന്ന് ലോകത്തിലെ മുഴുവൻ ജനാധിപത്യവാദികളും ആവേശത്തോടു കൂടി വിളിച്ചു പറയുമ്പോൾ, സദ്ദാം ഹുസൈൻ തൂക്കിലാറ്റപ്പെടുമ്പോൾ അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഇതിന് ആരെയാണ് കുറ്റം പറയുക? അത് ഷിയ ആയതുകൊണ്ട് സുന്നി ആയതുകൊണ്ട് ആണെന്നൊക്കെ അവർക്ക് പറയാം, അവർണ്ണനയായി പറയാം. പക്ഷേ നമ്മെ സംബന്ധിച്ച് ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹിറ്റ്ലറുടെ അതേ മുദ്രാവാക്യം തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഫാസിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ് ഹീറോ വർഷിപ്പ്, ഹീറോയിസം എന്ന് പറഞ്ഞാൽ ആ ഭീകരനായാലും എത്രയായാലും കൊലയാളി ആയാലും ആ ഭീകരന്മാരെ അല്ലെങ്കിൽ ആഘോഷിക്കുക, ഭീകരന്മാരെ കുറിച്ച് നമ്മൾ പ്രശംസിക്കുക എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. മൗദൂദി വാഴ്ത്തപ്പെടുന്നത് അങ്ങനെയാണ്, അല്ലെ താലിബാന്റെ നേതാക്കന്മാർ വാഴ്ത്തപ്പെടുന്നത് അങ്ങനെയാണ്, ലഷ്കർ ഇ തോയ്ബ വാഴ്ത്തപ്പെടുന്നത് അങ്ങനെയാണ്, SDPI-കാരൻ വാഴ്ത്തപ്പെടുന്നത് പോലെ അവരൊക്കെ സ്വീകരണം കിട്ടപ്പെടുന്നതും അവസാനം ഡോക്ടർ അനസിനെ പോലുള്ള ആളുകൾ ജയിലിൽ കിടന്നുകൊണ്ട് ജയിക്കുന്നതും ഈ ഹീറോ വർഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഫാസിസം എപ്രകാരമാണ് ജനതയ്ക്കിടയിലേക്ക് മതവിശ്വാസത്തിന്റെ രൂപത്തിൽ കടന്നു വന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനതയെ ഫാസിസവൽക്കരിക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ, സമകാലികമായ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇപ്പൊ കേരളത്തിൽ പോലും എന്താണ് ഇസ്ലാമിന് പറ്റിയത്? കേരളത്തിലെ ഇസ്ലാമിന്റെ ഇടയിൽ, കേരളത്തിൽ എന്നല്ല ലോകത്തിലൊക്കെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എല്ലാ മതവിഭാഗങ്ങളും പരിവർത്തനം സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചേർത്ത് നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ യുദ്ധവാദ പ്രസ്ഥാനം അടക്കമുള്ളവയാണ് കേരളത്തിൽ പുതിയ ചിന്തകൾ കൊണ്ടുവന്നതും മനുഷ്യ സ്വാതന്ത്ര്യം കൊണ്ടുവന്നതും തുണിയെടുക്കാനും അക്ഷരം പഠിക്കാനുള്ള അവകാശങ്ങൾ കൊണ്ടുതന്നത്. പക്ഷേ കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിലൊക്കെ തന്നെ ഈ പരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു പരിവർത്തനം നടക്കാതെ പോയ ഒരു ജനത എന്ന് പറയുന്നത് ഇസ്ലാമിക ജനത തന്നെയാണ്. കാരണം കേരളത്തിലെ ഇസ്ലാമിക ജനങ്ങൾക്കിടയിൽ നിരവധി നവോത്ഥാന നായകന്മാർ, കുഞ്ഞഹമ്മദ് ഖാജിയെ പോലുള്ള നവോത്ഥാന നായകന്മാർ അടക്കമുള്ള ആളുകൾ അവർ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ നിരവധി ആളുകൾ ഈ ഇസ്ലാമിനെ ജനാധിപത്യവൽക്കരിക്കാനും ഇസ്ലാമിലേക്ക് അക്ഷരത്തിന്റെയും അറിവിന്റെയും ദീപശക്തി കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ കുഞ്ഞഹമ്മദ് ഖാജിയെ പോലുള്ള ആളുകൾ, മക്തി തങ്ങളെ പോലുള്ള ആളുകള്, സൈദാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ, വക്കം അബ്ദുൽ ഖാദറിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഈ ജനതയുടെ മുന്നില് ഈ അക്ഷരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ മുദ്രാവാക്യം കൊണ്ടുവരികയും അർത്ഥമറിയാതെ ഖുർആൻ വായിക്കുന്നതിനേക്കാൾ നല്ല അക്ഷരം പഠിച്ചുകൊണ്ട്, മലയാളം പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ കുഞ്ഞഹമ്മദ് ഖാജിയും, മലയാളത്തില് പുതിയ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കാൻ ശ്രമിച്ച മക്തി തങ്ങളും, അതുപോലെ തന്നെ മുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അറിയാം, അതായത് സ്വന്തം കുഞ്ഞിന് മുലയൂട്ടുന്നത് പോലും തെറ്റാണെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു ഈ കേരളത്തിലെ പല മുസ്ലിം വിഭാഗങ്ങളും. അവർക്കിടയിലെ മുഞ്ഞമ്മമാർക്കെതിരെ സ്വന്തം കുഞ്ഞിനെ സ്വന്തം മുല കൊടുത്ത് വളർത്തണമെന്ന് ആവശ്യപ്പെട്ട സൈദാലിക്കുട്ടിയും, അതുപോലെ പത്രപ്രവർത്തന രംഗത്തിലൂടെയൊക്കെ തന്നെ ഇംഗ്ലീഷ് പഠനത്തിലൂടെ നമ്മളൊക്കെ അറിയപ്പെടുന്ന സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ടല്ലേ പത്രം നടത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രക്രിയകൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത ഈ വക്കം അബ്ദുൽ ഖാദറുമൊക്കെ
പക്ഷെ ഇവരെ ഉയർത്തിക്കൊണ്ടെന്ന മുദ്രാവാക്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇവരുടെ എല്ലാം ശബ്ദങ്ങള് ഇവരെല്ലാം ഉയർത്തിക്കൊണ്ടത് ജനാധിപത്യപരമായിട്ടുള്ള മനുഷ്യത്വപരമായ മുഴുവൻ നേട്ടങ്ങളെയും അടിയറ വച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇവിടെ SDPI-കാരനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്ലാമിക താലിബാൻ ശക്തികൾക്ക് ഈ കേരളത്തിലെ ഇസ്ലാമിനെ കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള വൃത്തികെട്ട ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരവാദികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ യഥാർത്ഥത്തിൽ അവരാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. കാരണം ഇസ്ലാമിന്റെ ആ പ്രാകൃത കാലഘട്ടത്തിലെ ഇസ്ലാമിനെ അതേപടി ആവർത്തിക്കാൻ ഇവിടെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ തുറക്കണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നിരവധി ജാതികളും മതങ്ങളും അടക്കമുള്ള വലിയൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ആ ജനാധിപത്യത്തിന് അർത്ഥം എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ജനാധിപത്യ രാഷ്ട്രം, ഒരു ബഹുമത രാഷ്ട്രത്തിൽ ഒരു മതത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമെന്നല്ല രീതിയിൽ ഞങ്ങൾ കൈവെട്ടിയും കാലുവെട്ടും ഞങ്ങൾ ആരെയും വെട്ടുമെന്ന രീതിയിലുള്ള നിലപാടിലേക്ക് അവർ കടന്നു വരുമ്പോൾ, ആ കടന്നു വരപ്പെടുന്നതിന് പിന്നില് ശക്തി എന്ന് പറയുന്നത് ഈ ഹിറ്റ്ലർ ഉയർത്തിക്കൊണ്ടുവന്ന അന്യമത ദ്വേഷപരമായിട്ടുള്ള ഫാസിസത്തിന്റെ മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് എന്ന് ഞാൻ പറയുന്നു. ഇവിടെ ജനാധിപത്യത്തിന് വലിയ മേലൊക്കെയാണ് ഞാൻ ഒരു എന്താണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പല അവര് അതേ രൂപത്തിലല്ല വരുന്നത്. ഇപ്പം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു പേരാണ്. എന്താണ്? ജനാധിപത്യ അല്ല, ജനകീയ മുന്നണി എന്നാണ് എൻ്റെ അർത്ഥം. ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള വാക്കുകൾ വളരെ ബോധപൂർവം തന്നെ അവർ തിരഞ്ഞെടുക്കുന്നതാണ്. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഹിറ്റ്ലർ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് തന്നെയായിരുന്നു. ഹിറ്റ്ലർ ഉണ്ടാക്കിയ പാർട്ടി നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. ഹിറ്റ്ലർക്ക് സോഷ്യലിസ്റ്റുമായിട്ട് എന്താ ബന്ധം? നാഷണലിസ്റ്റുമായിട്ട് എന്താ ബന്ധം? നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത്. മെയ് ദിനം ലോക തൊഴിലാളി വർഗത്തിന്റെ അവധി ദിനമായി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം എന്ത് ചെയ്യായിരുന്നു? പാർലമെന്റ് കത്തിക്കുകയായിരുന്നു ഹിറ്റ്ലർ ചെയ്തത്. വളരെ മനോഹരമായ പദങ്ങൾ എടുത്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പദങ്ങളോ ആവർത്തിച്ചുകൊണ്ട് ജനാധിപത്യമായിട്ടോ സോഷ്യലിസമായിട്ടോ ദേശീയതയുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഹിറ്റ്ലർ നാസി പാർട്ടി പ്രഖ്യാപിക്കുന്നത് പോലെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരനും കത്തോലിക്ക സഭക്കാരനും ഒക്കെ തന്നെ വളരെ മനോഹരമായ വാക്കുകൾ ഉന്നയിച്ചുകൊണ്ട് വരുമ്പോൾ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിലെ മതവൽക്കരണത്തിന്റെ, മതരാഷ്ട്രീയത്തിന്റെ, റിലീജിയസ് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ആദ്യ ഭാഗം ഇതുപോലെയുള്ള പോപ്പുലർ ഫ്രണ്ടുകൾ സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ക്രൈസ്തവ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഇന്ത്യയിലേക്ക് പഠിച്ചു നടപ്പെടുമ്പോൾ ഇന്ത്യയിൽ വളരെ വ്യക്തമായി ഹിറ്റ്ലർ ആവിഷ്കരിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഹിറ്റ്ലർക്ക് 3500 വർഷം മുമ്പ് ഇന്ത്യയിൽ ആര്യാവർത്തത്തിന്റെ സിദ്ധാന്തം കടന്നു വന്നാണ്. ആര്യാവർത്തം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ടി വിയിലൊക്കെ പരിപാടികളാണ് പറയുക, എല്ലാ ദൈവങ്ങളും, ഇന്ത്യയിലെ ദൈവങ്ങളുടെ എല്ലാം അവതാരം എന്തായിരുന്നു? എന്തിനാണ് ദൈവങ്ങളെല്ലാം അവതരിച്ചത്? ദൈവങ്ങളെല്ലാം അവതാരത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ആര്യാവർത്തം സ്ഥാപിക്കുക. എന്താണ് ആര്യാവർത്തം എന്നതിനെ കുറിച്ച് ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന ആള് തന്റെ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ആര്യാവർത്തം എന്ന്. ആര്യാവർത്തം എന്ന വിദ്യാപർവ്വത്തിന്റെ ഹിമാലയ പർവ്വതത്തിന്റെ ഇടയിലുള്ള ഇന്ത്യയുടെ മധ്യഭാഗത്തെയാണ് ആര്യാവർത്തം എന്ന് പറയുന്നത്. ഈ ആര്യാവർത്തത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ വിഭാഗങ്ങൾക്ക് മാത്രമാണ്. ശൂദ്രൻ അനാര്യനാണ്. ഇവിടെ ശൂദ്രന്മാരൊക്കെയാണ് ഇപ്പൊ കുറിച്ച് ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ചാതുർവർണ്ണത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അടങ്ങുന്നത് ചാതുർവർണ്ണമാണ്. ചാതുർവർണ്ണം ജാതിയല്ല. ജാതികൾ ആയിരക്കണക്കിന്, 80,000-ലേറെ ജാതികൾ ഇന്ത്യയിൽ. ചാതുർവർണ്ണം 4 വിഭാഗത്തെ കുറിച്ച് മാത്രം പറയുന്നത്. ഈ 4 വിഭാഗങ്ങൾ കൂടി പെട്ടാൽ ഇന്ത്യയിൽ 13% ജനം വരുത്തും. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും കൂടെ പെട്ടാൽ 13%. അതിൽ ശൂദ്രനോട് പെട്ടാൽ, ശൂദ്രനെ ഒഴിവാക്കിയാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 10% പോലും വരാത്ത ഒരു ജനവിഭാഗത്തെയാണ് ആര്യന്മാർ അല്ലെ ആര്യാവർത്തത്തിന്റെ ഉടമകൾ എന്ന രീതിയിൽ ദയാനന്ദ സരസ്വതിയും തിലകനും ഒക്കെ അവതരിപ്പിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായിരുന്നു ദയാനന്ദ സരസ്വതി എന്നൊക്കെ, അതുപോലെ സ്വദേശ അഭിമാനിയായിരുന്നു തിലകൻ എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഇന്ത്യയിലെ വർഗീയവാദത്തിന്റെ, ഇന്ത്യയിലെ ആര്യാവർത്തവാദത്തിന്റെ, ഇന്ത്യയിലെ വൈദിക ഫാസിസത്തിന് വക്താക്കളായിരുന്നവരല്ല. പക്ഷെ അവരെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് മനോഹരമായ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് അവരെയൊക്കെ നവോത്ഥാന നായകന്മാർ എന്ന പേരിലാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ വൈദികാധിപത്യത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് ബൗദ്ധമതവും ജൈനമതവും കടന്നു. നിങ്ങൾക്കറിയാം, ജൈന ബൗദ്ധ മതങ്ങൾ ഇന്ത്യയിലെന്ന് മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രകാശമാനമായി വന്നത് അവ നിരീശ്വര മതങ്ങൾ എന്ന നിലയിൽ, മനുഷ്യത്വത്തെ പ്രഘോഷിക്കുന്ന മതങ്ങൾ എന്ന നിലയിൽ, അഹിംസയെ പ്രഘോഷിക്കുന്ന മതങ്ങൾ എന്ന നിലയിലാണ് ബുദ്ധ ജൈന മതങ്ങൾ കടന്നു വന്നതെങ്കിൽ ആ ബുദ്ധമത ജൈന മതങ്ങളെ പ്രതിരോധിക്കുക എന്ന രാഷ്ട്രീയ പ്രക്രിയയായിരുന്നു ശങ്കരാചാര്യർ തന്റെ അദ്വൈതത്തിലൂടെ സാധിച്ചത്. ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചത്
ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ അടക്കമുള്ള ആളുകളല്ല, കത്തോലിക്ക സഭ എപ്രകാരമാണോ യൂറോപ്പിൽ ഫ്യൂഡലിസം സ്ഥാപിക്കാൻ മതത്തെ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഫ്യൂഡലിസം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ശങ്കരാചാര്യർ ആര്യാവർത്തത്തെ ഉപയോഗിച്ചത്, അദ്വൈതത്തെ ഉപയോഗിച്ചത്. ശങ്കരാചാര്യരുടെ കാലം വരെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്ന പൊതു സ്വത്തായിരുന്നു. ശങ്കരാചാര്യ അദ്വൈതം പ്രസംഗിച്ച് ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ഈ ലോകമെല്ലാം മായയാണ് എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ കടന്നു വരുന്ന 8-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലും കേരളത്തിലും ഭൂമിയുടെ അവകാശം ആർക്കാവുന്നത്? ബ്രാഹ്മണർക്കാവുന്നത്. ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും പേരിട്ടുകൊണ്ട് രണ്ടും ദേവന്മാരുടെ സ്വത്തായിട്ട് മാറ്റിയത് ശങ്കരാചാര്യരാണ്. അങ്ങനെ ശങ്കരാചാര്യർ വളരെ ബോധപൂർവമായി വൈദിക പാരമ്പര്യത്തിന്, വൈദിക മതം, ഹിന്ദുമതം എന്ന വാക്കാൻ അവിടെ ഉപയോഗിക്കുന്നില്ല, വൈദിക മതം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാകുന്നു. ഹിന്ദുമതം ഇന്നതിനെ ജനറലൈസ് ചെയ്തിട്ട് സോപ്പിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഹിന്ദുമതം എന്നുള്ള വാക്ക് പിന്നീട് വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഫ്യൂഡലിസം സ്ഥാപിക്കുകയും ആ ഫ്യൂഡലിസം സ്ഥാപനത്തിനെ ന്യായീകരിച്ചുകൊണ്ട്, അന്യമതങ്ങളെ കൊന്നൊടുക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ശ്രുതികളും സ്മൃതികളും എല്ലാം കടന്നു വന്നത്. ഏറ്റവും നല്ല ഉദാഹരണം ഭഗവത്ഗീതയാണ്. ഇപ്പം ബൈബിളും ഖുറാനും പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ ഭഗവത്ഗീത വളരെ വ്യക്തമായും എന്താണ് നമ്മുടെ മുന്നിൽ വെക്കുന്ന സന്ദേശം? ഇപ്പം ഹൈന്ദവ ഫാസിസ്റ്റുകൾ ഇന്ന് എല്ലായിടത്തും പ്രഘോഷിക്കുന്നത് ഭഗവത്ഗീത പാരായണവും ഭഗവത്ഗീത ധ്യാനം, ചിന്മയാനന്ദരൊക്കെ ആണെങ്കിൽ ഭഗവത്ഗീതയെ സംബന്ധിച്ച് ദിവസങ്ങളോളം പ്രകാശന പരിപാടികൾ നടത്തും. എന്താണ് ഭഗവത്ഗീത കാച്ചിക്കുറിക്കാനുള്ള സന്ദേശം? ഭഗവത്ഗീത കാച്ചിക്കുറിക്കാനുള്ള സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ: കൊല്ലുക. ആരെ കൊല്ലുക? നിന്റെ അച്ഛനെ കൊല്ലുക, നിന്റെ അമ്മയെ കൊല്ലുക, നിന്നെ അക്ഷരം പഠിപ്പിച്ച് ഗുരുനാഥനെ കൊല്ലുക, നിന്റെ കൂടെ വളർന്ന നിന്റെ സഹോദരങ്ങളെ കൊല്ലുക, നിന്റെ സുഹൃത്തുക്കളെ കൊല്ലുക. നീ ആരെയും കൊല്ലാം നിനക്ക്, കാരണം കൊല്ലുക എന്നത് നിന്റെ കർമ്മമാകുന്നു. കർമ്മണ്യ വാധികാരസ്ഥേ മാ ഫലേഷു. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്നത് ക്ഷത്രിയൻ എന്ന നിലയിൽ നിന്റെ കർമ്മം കൊല്ലുക എന്നതാണ്. കൊല്ലുന്നതിൽ ആരെന്ന് നീ നോക്കണ്ട. ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. അല്ല എന്ന് ആർക്ക് പറയാം? ഭഗവത്ഗീത കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഭഗവത്ഗീതയ്ക്ക് ഇതിനപ്പുറത്ത് ഏതാണ്ട് സന്ദേശമുണ്ടെന്ന് ആരാണ് പറയുന്നത്? നിഷ്കാമകർമ്മത്തെ കുറിച്ചൊക്കെ പറയുന്നത്. നിഷ്കാമകർമ്മത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വരുന്ന സ്വാമി 10,000 രൂപയും മേടിച്ചോണ്ടാ പോകുന്നത്. നിഷ്കാമകർമ്മത്തെ കുറിച്ച് 1.5 മണിക്കൂറിന്റെ പ്രസംഗത്തിന് 5,000 രൂപയും 10,000 രൂപ ഫീസ്, അതല്ലേ? അതാണ് പറയുന്നത്. പക്ഷെ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, കൊന്നാൽ നിനക്ക് രാജ്യം കിട്ടും, മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും. കൊന്നാൽ രാജ്യം ഫലമല്ലേ, മരിച്ചാൽ സ്വർഗം ഫലമല്ലേ? ഈ രണ്ട് ഫലവും ഉണ്ടെന്നിരിക്കാം. പിന്നെ എന്താണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ? ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ ഇത് മതം ഒരു ജനതയുടെ മുന്നിൽ ആവിഷ്കരിക്കുന്നതാണ്. ഇപ്പൊ ഇസ്ലാമിക ഭീകരവാദികളും അല്ലെ ക്രൈസ്തവ ഭീകരവാദികളും അല്ലെങ്കിൽ ഇന്ത്യൻ വൈദിക ഭീകരവാദികളും ഒക്കെ ഈ യുദ്ധം ചെയ്യുമ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് തോന്നാറുണ്ടല്ലേ, എന്തിനാണ് ഇവർ യുദ്ധം ചെയ്ത് ഇത്രമാത്രം കൊല്ലപ്പെടുന്നത്? എന്തിനാ? പല കൊലപാതകികളോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഇങ്ങനെ